ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് ഗാരേജിൽ വിശേഷങ്ങളായിട്ടാണ്. നല്ല മഴയാണ്, എല്ലായിടത്തും നല്ല മഴയാണ്. അപ്പോൾ ഗാരേജിലും നല്ല മഴ തന്നെയാണത്. മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടായിരിക്കും ഗാരേജിൽ മഴയത്ത് പെയിൻ്റൊക്കെ അടിച്ചാൽ കംപ്ലൈൻറ്റ് കാര്യങ്ങൾ വരുമെന്നുള്ളത്. മഴയത്ത് പെയിൻ്റ് അടിച്ച കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ നമ്മളെ ബൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വലിയ പ്രശ്നമല്ല, പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ബൂത്തിൽ ഒരു വണ്ടി ഓൾറെഡി പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഫോർച്യൂണറിനെ കാണിച്ചു തരാം. ഫോർച്യൂണർ ഇതേ നമ്മളിവിടെ വന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വണ്ടിയമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 220 പേപ്പർ ഇട്ടിട്ട് വണ്ടി ഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്യണം. അതിൻ്റെ ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് തന്നെ തീർത്തു. എന്നാലും നമ്മൾ കണ്ട ചില ഏരിയകളിൽ കട്ടായി പോയിട്ടുണ്ട്, ചില ഏരിയകളിൽ കട്ടായിട്ടില്ല എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് പ്രോപ്പർ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ മുട്ടി യൂസ് ചെയ്ത് കട്ട് ചെയ്തത്. മുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പാഡ് യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഫുൾ കട്ട് ചെയ്തു. ഇനി ഇതിന് ശേഷമാണ് ഇതിന് ഇനിയിപ്പോൾ ബോഡി ഫില്ലർ അപ്ലൈ ചെയ്യേണ്ടടുത്ത് ബോഡി ഫില്ലറും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ പണിയിലാണ് അരുൺ ഭായിയുടെ മൊബൈലിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ അവൻ തന്നെയാണ് ഈ ഒരു ഫോർച്യൂണറിന് ചെയ്യണത്. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി കാണാം. അതേപോലെ തന്നെ ഇവിടെ ബാബുവേട്ടൻ്റെ ഒരു സിൽവർ കളർ വണ്ടി ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഒരു വണ്ടി സിൽവർ കളർ തന്നെയായിരുന്നു, ടൈപ്പ് 2 വണ്ടിയായിരുന്നു. അപ്പോൾ ടൈപ്പ് 2 വണ്ടി 4ലേക്ക് കൺവേർട്ട് ചെയ്ത് പ്രൊജക്ടർ ഹെഡ്ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൺവേർഷൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ട് ബമ്പർ സെറ്റിങ് കാര്യങ്ങളാണ് ചെയ്യണത്. കസ്റ്റമർ ഇവിടെ ഈ ലൈറ്റൊക്കെ ഉള്ളിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ പ്രകാശം കിട്ടാൻ. ഓൾറെഡി കസ്റ്റമർ വെച്ചിരുന്ന ലൈറ്റാണ് കേട്ടോ. ഉള്ളിൽ ഇതിന് പ്ലാറ്റ്ഫോം ഫുള്ളായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു. കാരണം തുരുമ്പിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇതും തിരുവനന്തപുരത്തെ വണ്ടിയാണ്, തീരപ്രദേശ വണ്ടിയാണ്. അപ്പോൾ ഇന്നറിലൊക്കെ തുരുമ്പിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എപ്പോക്സി അടിച്ചതിന് ശേഷം നമ്മൾ സിൽവർ പെയിൻറ്റ് അടിച്ച് ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതുമ്പോൾ ഫ്ലോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ വഴിയെ നിങ്ങളെ കാണിച്ചത് ഈ ഒരു വണ്ടിയുടെ വീഡിയോസിൽ. അതേപോലെ തന്നെ അതേ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളുടെ ഒരു വൈറ്റ് കളർ വണ്ടിയായിരുന്നു കേട്ടോ. വൈറ്റ് കളർ വണ്ടി അടിച്ചിരിക്കുന്ന കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ കാൺട്രേഡിനേക്കാളും ഒന്നും കൂടി ഉതുപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിച്ചു ഈ ഒരു കളറിൽ. കാൺട്രേഡ് നല്ല കളർന്നല്ല, പൊട്ട കളർന്നല്ല, എന്നാലും അതിനേക്കാളും കുറച്ചും കൂടി ഷൈനിങ് എനിക്ക് ഈ ഒരു കളറിന് തോന്നിച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു കളറാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഫൈനൽ പോളിഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഫൈനലായിട്ട് ഡിസൈഡ് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത്. അതിന് സെറ്റിങ് കാര്യങ്ങളൊക്കെ തീർക്കട്ടെ. പക്ഷേ ഇതിൽ ഫ്രണ്ടിലെ സെറ്റിങ് ഇത് നോർമൽ ഹെഡ്ലൈറ്റാണ്, ആക്യുറേറ്റിൻ്റെ നോർമൽ ഹെഡ്ലൈറ്റാണ് സെറ്റ് ചെയ്യണം. അതിൻ്റെ പണിയിലൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സിൽക്കി ഗോൾഡ് വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് നമ്മൾ പെയിൻ്റ് അടിച്ച് പോയൊരു വണ്ടിയാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു ഭാഗം ബ്ലാക്ക് ചെയ്യണമുണ്ടായിരുന്നു. അതേപോലെ തന്നെ താഴത്തെ ബമ്പർ സ്കർട്ടിങ് സെറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവിടെ ഒരു സ്ക്രാച്ച് വന്നു, ഇവിടെ സ്ക്രാച്ച് വന്നു, ആ ഡോർമേ സ്ക്രാച്ച് വന്നു. അപ്പോൾ അത് അവർ പിള്ളേരെങ്ങാണ്ടും കല്ലിട്ട് അവരച്ചിട്ട് വന്ന സ്ക്രാച്ച് ആയിരുന്നു തോന്നുന്നുണ്ട്. അത് പെയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയതുകൊണ്ടിരിക്കുന്ന വണ്ടി. അതേപോലെ നമ്മൾ അകത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ മുന്നേ ഒരുപാട് അടിച്ചിട്ടുള്ളൊരു കളറാണ് ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് അടിച്ചിട്ട് ഇത് വേറൊരു വണ്ടി ഇവിടെ കംപ്ലീറ്റ് ആയി നിൽക്കുന്നുണ്ട്, പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ടിങ് ആണ് അഖിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഒരു ബ്ലർനെസ് മാറ്റിക്കളയാൻ വേണ്ടിയിട്ട് 2000 ml യൂസ് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരുപാട് പേളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പേളല്ല, മെറ്റാലിക് ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാ ഇതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറും കൂടിയാണ്. പക്ഷേ ഇത് ബ്ലാക്കാണ് കേട്ടോ, പ്യുവർ ബ്ലാക്കാണ്. കാണുമ്പോൾ തോന്നാം. മെറ്റാലിക്കൊക്കെ ശരിക്കും വെയിലത്തേക്ക് ഇടുമ്പോൾ നമുക്ക് ആ ഷെയ്ക്ക് എടുത്ത് കാണിക്കുള്ളൂ കേട്ടോ. അതേപോലെ ഇപ്പുറത്തെ സൈഡിലൊരു വണ്ടി പ്രൈമർ ആവാൻ വേണ്ടിയിട്ടുള്ള ഫൈനൽ വർക്കിലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൂത്തിൻ്റെ അകത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ ഒരു സിയാസ്, മാരുതി സിയാസ് ഫുൾ പെയിൻറ്റിങ് പ്ലസ് കൺവേർഷൻ 2014 മോഡൽ വണ്ടിയാണ് തോന്നുന്നുണ്ട്. അതിനെ 2017-18 ഇറങ്ങിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് അടിച്ചു, ഇപ്പോൾ സൈഡ് പേൾ വൈറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിവേക് അത് ഫുൾ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 4 വണ്ടിയോളം ഇപ്പോൾ ഈ ഒരു കളർ, അതേപോലെ തന്നെ സിൽവർ, അതേപോലെ അകത്ത് കിടക്കുന്ന ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക്, അതേപോലെ അടിച്ചുകൊണ്ടിരിക്കുന്ന സിയാസ്, ഈ വണ്ടികളൊക്കെ പോയിട്ട് നമുക്ക് തുടങ്ങാനായിട്ട് ഒരുപാട് വർക്ക് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് ഓൾറെഡി. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ കസ്റ്റമർ എല്ലാ പാർട്സുകളും നമ്മൾക്ക് കൊണ്ട് തന്നിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ നിങ്ങൾ പാർട്സ് വാങ്ങുമ്പോൾ അത് കസ്റ്റമറോട് ഞാൻ പറഞ്ഞു, പാർട്സ് വാങ്ങുമ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള ബോണറ്റ് ഒറിജിനൽ വരുന്നുണ്ട്, ജെന്യൂൻ ടയോട്ടയ്ക്ക് വരുന്ന ബോണറ്റ് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ബോണറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പൗഡർ കോട്ടിങ് ആയിരിക്കും. പക്ഷേ ഈ ഒരു ബോണറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലോക്കലായിട്ട് വരുന്ന ഒരു ബോണറ്റാണ് കേട്ടോ. നമുക്ക് കാണാനായിട്ട് ആ ഒരു ടൈപ്പ് തോന്നിക്കുമെങ്കിലും ഇത് ലോക്കലാണ്. നിങ്ങൾ ആരെങ്കിലും ഇതേപോലെയുള്ള ടൈപ്പ് 4 കൺവേർഷൻ്റെ പാർട്സുകളും കാര്യങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ നമ്മളെ AGP ബോഡി പാർട്സ് എന്ന് പറഞ്ഞിട്ട് AGPയുടെ തന്നെ ബോഡി പാർട്സ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക.
AGP അല്ലാത്ത ഈ ഒരു ബോണറ്റൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട ഇപ്പോഴേ മഴ ചാറിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ തുരുമ്പ് വേണ്ട വരണ ചെറിയൊരു ഇതുണ്ടെങ്കിൽ അതിൻ്റെ ആ മെറ്റൽ പച്ചരുമ്പ് എന്നൊക്കെ പറയും, പച്ച ആ ഒരു ടൈപ്പിലുള്ള ഇതിൽ പ്രസ് ചെയ്തിട്ട് അതിന് ശേഷം അവർ പെയിൻ്റാണ് അപ്ലൈ ചെയ്യണം. പ്രൈമർ അപ്ലൈ ചെയ്തിട്ട് വരുന്ന ബോണറ്റുകളാണ്. മഴക്കാല സമയത്ത് നമ്മൾ സാധാരണ മാർക്കറ്റിൽ വരുന്ന കവറുകൾ യൂസ് ചെയ്തിട്ട് വണ്ടികൾ മൂടിയിടാനായിട്ട് ശ്രമിക്കുക. അപ്പം പുറത്തൊക്കെയാണ് നിങ്ങളുടെ വണ്ടി കിടക്കണമെങ്കിൽ അതേപോലെ മൂടിയിടണത് നല്ലതല്ല. പോർച്ചിലാണ് കിടക്കണമെങ്കിൽ നിങ്ങൾ മൂടിയിട്ടോ, കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. മൂടിയിടണേക്കാളും നല്ലത് ഫ്രീ ആയിട്ട് വണ്ടി ഇടണതാണ് എപ്പോഴും നല്ലത്. അതല്ല നിങ്ങൾ പുറത്ത് വണ്ടി കിടക്കുമ്പോൾ മാർക്കറ്റിൽ വരുന്ന വണ്ടി മൂടിയിടാനുള്ള അത് യൂസ് ചെയ്ത് വണ്ടി മൂടിയിട്ടിട്ടുണ്ടെങ്കിൽ ആ മൂടിയിടുന്ന മെറ്റീരിയൽ വെള്ളം പിടിച്ച് ആ വണ്ടിയുമേക്ക് അത് ശരിക്കും പറ്റി പിടിക്കാമെന്നൊക്കെ പറയും. പറ്റി പിടിച്ചിരുന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ ബോഡിക്ക് വരാനായിട്ട് ചാൻസസ് കൂടുതലാണ്. നമ്മുടെ ഇവിടെ 2 ദിവസം മുമ്പ് വന്നാണ് ഒരു വണ്ടിയായിരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ കളർ വണ്ടിയായിരുന്നു. ഈ ഒരു ഗോൾഡൻ കളർ വണ്ടി നമ്മൾ പെയിൻറ്റിങ്ങിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. പക്ഷേ പെയിൻറ്റ് നമ്മളെ പുട്ടി ജസ്റ്റ് ഒന്ന് നമ്മൾ ബോഡി ഒന്ന് എന്താ പറയുക ഇതേപോലെ ഒന്ന് ചിരണ്ടി ഇപ്പം തന്നെ ശരിക്കും ആ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് തന്നെ ഒലിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് ഏതോ ഒരു ലോക്കൽ പ്രൈമറിൻ്റെ ആ ഒരു എൻഡ് എത്തി നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാനുള്ളത്, നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. നമ്മളിപ്പോൾ ഒരു ദിവസം കൊണ്ട് 10,000-20,000 രൂപ കൊടുത്തിട്ടുള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ട് അവർ കളർ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. പക്ഷേ അതേപോലെയുള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള കംപ്ലയിൻറ്റ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. വരികയും ചെയ്യും. അത് ഒരുപാട് ലൈഫ് നിൽക്കില്ല. നമ്മളിപ്പോൾ ഒരു വണ്ടി പ്രൈമർ അടിച്ച് പെയിൻറ്റ് ചെയ്ത് നല്ല ക്വാളിറ്റിയിലുള്ള പെയിൻറ്റാണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എങ്ങനെ വന്നാലും 5-6 വർഷത്തേക്ക് വേറെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവില്ല. ഇതേപോലുള്ള ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഒലിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഗ്ലോ ഫിനിഷിങ് ആ ഷൈനിങ് ഒന്നും കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ലോക്കൽ പെയിൻറ്റ് നിങ്ങൾ അടിക്കാണ്ടിരിക്കാൻ മാക്സിമം പൈസ ആയിട്ട് നമ്മളുടെ കാപ്സിയുടെ പെയിൻറ്റ് അല്ലെങ്കിൽ ഡ്യൂപ്പോണിൻ്റെ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന കാപ്സിയാണ്, വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണമാണ് നമ്മൾ കാപ്സി കണ്ടിന്യൂ ചെയ്യണത്. ഇതൊരു പണ്ടത്തെ കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ കളർ വണ്ടിയാണ് കേട്ടോ. ബ്ലൂ കളർ വണ്ടിയാണ്. അത് പിന്നീട് ഗോൾഡൻ കളർ അടിച്ചു. അപ്പോൾ ഈ ഒരു ഏരിയയൊക്കെ ശരിക്കും ടൈലൈറ്റ് കാര്യങ്ങളൊന്നും അഴിക്കാണ്ടാണ് അവർ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ന് വൈകുന്നേരമായി ഇപ്പോൾ നമ്മളുടെ സിൽവർ കളർ വണ്ടിയിലെ കൺവെർഷനൊക്കെ ഫ്രണ്ടേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വണ്ടി ഫുള്ള് തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ സൈഡ് സ്കർട്ടും ബാക്കിലെ ടൈലൈറ്റും കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ നമ്മളെ മറ്റൊരു വണ്ടി ഇവിടെ ഹെഡ്ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാണ്. നമ്മൾ ഈ ഹെഡ്ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്യുറേറ്റിൻ്റെ ഹെഡ്ലൈറ്റാണ്. ലൈഫ് നിൽക്കുന്ന ആക്യുറേറ്റും അതേപോലെ തന്നെ ഡെപ്പോ ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഇന്നോവയിൽ ലൈഫ് നിൽക്കുന്ന ഹെഡ്ലൈറ്റ് നോർമൽ ടൈപ്പിൽ. ഇനിയിപ്പോൾ അത് ബഫിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബോണറ്റും ഫ്രണ്ടേജ് കാര്യങ്ങളെല്ലാം കട്ടിങ്ങുകൾ ഫുള്ളായിട്ട് തന്നെ ഇത് തീർത്തിട്ടുണ്ട്. കട്ടിങ്ങിന് ശേഷം ഇപ്പോൾ ബഫിൻ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. നമ്മളെ ഈ ഫോർച്യൂണർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉരച്ച ഭാഗങ്ങളിൽ ചില ഇടങ്ങളിൽ നമ്മൾ മെറ്റൽ കണ്ടിട്ടുണ്ട്, അതായത് ബോഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയകളിൽ എപ്പോക്സി ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ആണ് ഇനിയിപ്പോൾ ബോഡി ഫില്ലർ അപ്ലൈ ചെയ്യുള്ളൂ കേട്ടോ. അതിനുള്ള പരിപാടികളിലാണ്. ഓരോ ഏരിയയും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അരുമ്പായി. നമ്മുടെ മൈ സ്ട്രീറ്റ് വയലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ വണ്ടിക്ക് നമ്മൾക്കിപ്പോൾ അറിയാം ഒരു ഡാർക്ക് കളറാണ്. അപ്പോൾ ഡാർക്ക് കളറിന് എന്തായാലും ഒരു ബ്ലാക്ക് ഫിനിഷിങ് തന്നെ ആയിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ പറഞ്ഞ പ്രകാരം നമ്മുടെ അതിൻ്റെ ഗ്രില്ല്, അതേപോലെ തന്നെ ബാക്കിൽ തന്നെ ഡിക്കിയുടെ ക്രോം, ബോണറ്റിൻ്റെ ക്രോം, അതുപോലെ ഹാൻഡിലുകളെല്ലാം പിയാനോ ബ്ലാക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ അടിക്കാനുള്ള പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും സൈഡ് സ്കർട്ട് അടിക്കുന്നതോട് കൂടെ തന്നെ അതിൻ്റെ ഗ്രില്ലും സാധനങ്ങളും, ഫ്രണ്ട് ഗ്രില്ലാണിത്, അതേപോലെ ബോണറ്റിൻ്റെ ക്രോമാണ്, പിന്നെ ബാക്കിൽ തന്നെ ഡിക്കിയുടെ ക്രോമ്, പിന്നെ ഹാൻഡിലുകൾ. ഈ ഒരു 3 സാധനങ്ങളും പിയാനോ ബ്ലാക്ക് അടിക്കുന്നുണ്ട്. സ്പോയിലറും പിയാനോ ബ്ലാക്ക് അടിക്കുന്നുണ്ട്. നമ്മൾ ഈ അടിക്കുന്ന ഈ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിന് പ്ലാസ്റ്റിക് പ്രൈമർ അപ്ലൈ ചെയ്തു, അതിനുശേഷം 1K പ്രൈമർ അപ്ലൈ ചെയ്തു, അതിന് ശേഷമാണ് നമ്മളിതിപ്പോൾ ഉരച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം പെയിൻറ്റ് അപ്ലൈ ചെയ്യണത് കേട്ടോ. എന്നാലാണ് നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് പാർട്സുകളുമൊക്കെ
പെയിൻറ്റ് ശരിക്കും പിടിച്ചിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് റിമൂവ് ആകാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ അത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാൻഡിലുകളുടെ ചെറിയ ചെറിയ പാർട്സുകൾ നിങ്ങൾക്കറിയാം, ചെറിയ ചെറിയ നോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഉറച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഫുള്ളും പിയാനോ ബ്ലാക്ക് അടിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ.